എനിക്ക് പാർട്ടി തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റണി ജയിക്കണം. അതാണ് AK ആന്റണി കോൺഗ്രസ് ആണ് വരുന്നത്. എന്റെ മതം കോൺഗ്രസ് ആണ്. മകൻ ജയിച്ചു എന്നാൽ കേന്ദ്രമന്ത്രിയാകും, ആ നാടിന് വലിയ വികസനം ഉണ്ടാകും, അങ്ങേപോലെ വലിയ വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയായി മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വരുമെന്ന് പത്രത്തിലെ പറഞ്ഞത്. ഇത്രയൊക്കെ മതി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ മതി. സിനിമ പല സഭകളും BJP സംഘടന അജണ്ടയുടെ ഭാഗമായിട്ടാണോ? വളരെ നിർഭാഗ്യകരമായിപ്പോയി. കാരണം കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ കേരള സ്റ്റോറി പ്രചരിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. BJPയുടെ കെണിയാണ്. ആ കെണിയിൽ പറയാണ്ട് പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞു, വിശദീകരണമില്ല, എക്സ്പ്ലനേഷൻ ഇല്ല. ഒരുപാട് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തത് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേക അനുസരിച്ചിട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് പാർട്ടിയുടെ ആധികാരിക വക്താക്കൾ. ഒരു സംസ്ഥാനത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ അധികാരം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. അവർ രണ്ടുപേരും ആധികാരികമായിട്ട് ഇതേക്കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞാൽ അതിനപ്പുറം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക്. ഞാനതിന്റെ കൂടെ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങൾ പല സ്ഥാനാർത്ഥികൾക്കും പ്രതിസന്ധിയാവുന്നുണ്ട്. അയ്യോ, ഏറ്റവും വലിയ പ്രതിസന്ധി മോഡി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് പൈസ ഇല്ല. നിങ്ങൾ കൈ പൈസ മിച്ചമുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പൈസ ഉള്ള ഫണ്ടിലേക്ക് കൊടുക്കുക. അതാ വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, കുറച്ച് കൊടുക്കുക. മണ്ഡലയിലും ഈ ശശി തരൂരിനെ വളഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുന്നു, വളഞ്ഞിട്ട് കൂക്കി വിളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഞാൻ രാവിലെ മനസ്സിലാക്കിയത്, ആ പ്രവർത്തകരെല്ലാം തന്നെ ശശി തരൂരിന്റെ കൂടെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഞങ്ങളുടെ പിന്തുണ ശശി തരൂർ എന്ന് പറഞ്ഞ് കൊടുത്താണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളാരും മനപ്പായസം കൊള്ളണ്ട. തിരുവനന്തപുരത്ത് ശശി തരൂർ തിളക്കമാർന്ന വിജയം നേടും.